എൻ്റെ പേര് ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ വരുമ്പോൾ കൺഗ്രാജുലേഷൻ പോസ്റ്റർ വരും. ആദ്യം വേണ്ടത് മെയിൻലി എല്ലാ ദിവസവും എല്ലാ മൊമെൻറ്റും നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ഈ സ്വപ്നത്തിലേക്കുള്ള യാത്രയ്ക്ക് സഹായകരമായ പലവിധ പദ്ധതികളെ പറ്റിയും ഒക്കെ തന്നെയായിരിക്കണം. നിങ്ങളും ഇപ്പോൾ തന്നെ ചെയ്യേണ്ടത്, നിങ്ങൾ ഫോക്കസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ആ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. നിങ്ങൾ ഹോളിലിരിക്കുമ്പം, എൻ്റെ മക്കളെ ഞാൻ പറയുന്നത് സത്യമാണ്, ആ സമയം നിങ്ങൾക്ക് ആ എഴുതിയ വരികൾ ഓർമ്മയുണ്ടാകും. ടെൻഷൻ മൂലം ന്യൂട്ടൺ ഇസഡ് പോലെയായി മെലിഞ്ഞു എന്ന് പറഞ്ഞ് ഒരു കോഡ് കൊടുത്തേക്കുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആശയ മനീഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ LPSA UPSA വിജയപദം എന്നുള്ള ഈ സീരീസിൽ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് റാങ്ക് ജേതാക്കളുടെ പഠനം എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങൾക്കും റാങ്ക് നേടാൻ വേണ്ടി ഈ ഒരു ക്ലാസ് ഉപകരിക്കും. ഞാൻ എന്തുകൊണ്ടാണ് അവരുടെ സ്ട്രാറ്റജീസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണകളിലായിട്ട് കുറേ LPSA UPSA കുട്ടികൾ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ റാങ്ക് ലിസ്റ്റിൽ. അപ്പോൾ ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂസിൽ ഞാൻ എപ്പോഴും പോകാറുണ്ട്, അവരെ പേഴ്സണലി കാണാറുണ്ട്. അങ്ങനെ ഇവരോട് റാങ്കൊക്കെ കിട്ടിക്കഴിയുമ്പം അവരുടെ സ്ട്രാറ്റജീസൊക്കെ ഷെയർ ചെയ്യുമല്ലോ. അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഇന്ന് നിങ്ങൾക്കും പറഞ്ഞു തരികയാണ്. ഈ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും ഉറപ്പായിട്ടും റാങ്ക് നേടും കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ആ സ്ട്രാറ്റജീസ് എന്ന് പറയാം. ആദ്യത്തേത്, അവരൊക്കെയും ഓരോ ഉദ്യോഗാർത്ഥിക്കും എപ്പോഴും ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രതീക്ഷകൾ തന്നെയായിരുന്നു. അതായത് അവർ വളരെ കോൺഫിഡൻ്റ് ആണ്. പ്രതീക്ഷയും കോൺഫിഡൻസും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അവർ കൃത്യമായി അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇതവർക്ക് ലഭിക്കും എന്നുള്ളത്. ആ കോൺഫിഡൻസ് അവർ വളരെ ചെറിയ വാക്കുകൾ, ഇപ്പോൾ നമ്മൾ പറയും കിട്ടും എന്നല്ല അവർ പറയുന്നത്. പലരും റാങ്ക് എഴുതി വെക്കുന്നതും, അതായത് 10-ൽ താഴെ അല്ലെങ്കിൽ 20-ൽ താഴെ എന്ന് വിഷ്വലൈസ് ചെയ്യുന്നത് ക്ലാരിറ്റിയോടുകൂടി വിഷ്വലൈസ് ചെയ്യും. 23-ാമത്തെ റാങ്ക് അല്ലെങ്കിൽ 16-ാമത്തെ റാങ്ക് അല്ലെങ്കിൽ 1-ാമത്തെ റാങ്ക് എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻസ് ആയിട്ട് എഴുതി വെക്കുന്നത് അത് അച്ചീവ് ചെയ്യുന്നു. അപ്പം ആ എഴുതി വെക്കുന്ന കാര്യം നിങ്ങളും സ്റ്റാർട്ട് ചെയ്യുക. വെറുതെ അല്ല ഞാൻ ഈ പറയുന്നത്. നമ്മളെപ്പോഴും പറയത്തില്ലേ, മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയത്തില്ലേ, നിങ്ങൾ സ്വപ്നം കാണുക, അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുതന്നെയാണ് അവരെല്ലാവരും ചെയ്തത്. അപ്പോൾ പ്രതീക്ഷയല്ല, മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആ കാര്യത്തെപ്പറ്റി എന്നും 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 ചിന്തിക്കും നമ്മൾ. അതായത് നമ്മുടെ ഓരോ മൊമെൻറ്റും നമ്മൾ ആ കാര്യത്തെപ്പറ്റിയായിരിക്കും ചിന്തിക്കുന്നത്. റാങ്ക് നേടണമെന്നുണ്ടെങ്കിൽ റാങ്ക് നേടാൻ വേണ്ടിയിട്ടുള്ള വഴികളെപ്പറ്റി നമ്മളെപ്പോഴും കോൺഫിഡൻസ് ആയിട്ട് എങ്ങനെ നേടാം, എത്ര ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് ഈ ഒരു പോർഷൻ തീർക്കാൻ സാധിക്കും, ഇങ്ങനെ അതിനെപ്പറ്റിയുള്ള എങ്ങനെ തീർക്കും, എങ്ങനെ പഠിച്ചത് ഓർത്തു വയ്ക്കാം, അല്ലെങ്കിൽ മറന്നു പോകുന്നതിനെ എങ്ങനെ നമുക്ക് വളരെ ചെറിയ സമയം കൊണ്ട് ഓർത്തെടുക്കാൻ സാധിക്കും, ഇങ്ങനെ പലവിധ ടെക്നിക്കുകളൊക്കെ ആലോചിക്കുന്നത് അവർ തന്നെത്താൻ ആലോചിച്ച് കണ്ടുപിടിക്കുന്നതാണ്. പക്ഷെ അവർക്കത് ആലോചിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കണം. മനസ്സിലായോ? അല്ല എങ്കിൽ നമ്മളെന്തായിരിക്കും, ഇപ്പം നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളിപ്പോൾ പോകുന്ന ഒരു വഴി എന്ന് വെച്ചാൽ മിക്കവരും പോകുന്നത്, എനിക്ക് LP UP ഒക്കെ എഴുതണം. പക്ഷേ അതൊരു ചിന്തയാണ്. അത് കഴിഞ്ഞ് ആലോചിക്കുന്നത് എന്തായിരിക്കും, ഇന്നത്തെ വീട്ടിലെ എന്ത് കറി ഉണ്ടാക്കാം, അല്ലെങ്കിൽ അവരെന്നെ പറ്റി അങ്ങനെ പറഞ്ഞല്ലോ. നമ്മുടെ ചിന്ത പലതായിട്ട് സ്കാറ്റേഡ് ആയിട്ട് പോകും. അത് പാടില്ല. ആദ്യം വേണ്ടത് മെയിൻലി എല്ലാ ദിവസവും എല്ലാ മൊമെൻറ്റും നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ഈ സ്വപ്നത്തിലേക്കുള്ള യാത്രയ്ക്ക് സഹായകരമായ പലവിധ പദ്ധതികളെ പറ്റിയും ഒക്കെ തന്നെയായിരിക്കണം. അതിനെ അടുത്തത് പദ്ധതികളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല. അടുത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ്. അങ്ങനെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകും അവിടെ ടൈമിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാകും. മനസ്സിലായോ? ആ ടൈമിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കവിടെ പിന്നെ സമയം കളയാനേ ഉണ്ടാവില്ല. അപ്പോൾ ആ ടൈമിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സമയവും കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകും. 2, എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യമെടുത്തു, ആ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നു. 2, എന്ത് വന്നാലും ഇത് മുടക്കില്ല എന്നുള്ള ദൃഢനിശ്ചയം ഈ ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാം പല വഴികളിലും പലവിധ തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. ചിലവർ 4 മാസം കൊണ്ട് പഠിച്ചവരാണ്, ചിലവർ 6 മാസം കൊണ്ട് പഠിച്ചു, ചിലവർ 1 വർഷം എടുത്ത് പഠിച്ചു, ചിലവർ 1 മാസം കൊണ്ട് പഠിച്ചവരുണ്ട്. പക്ഷേ അതിനെ ആ ടൈമിനെ പൂർണ്ണമായിട്ടും അവർ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ ഒരു വിൽ പവർ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരുന്നു. അവർക്കെല്ലാവർക്കും
ന്യായീകരിക്കാനാണെങ്കിലും പറയാനാണെങ്കിലും നൂറ് കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ അവർ ആ പോയിന്റിൽ സ്റ്റക്ക് ഓൺ ചെയ്തു. എനിക്ക് റാങ്ക് നേടണം എന്നുള്ളൊരു ദൃഢനിശ്ചയം. നിങ്ങളും ഇപ്പോൾ തന്നെ ചെയ്യേണ്ടത്, നിങ്ങൾ ഫോക്കസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ആ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അവർ ചെയ്തിട്ടുള്ള റാങ്ക് ഹോൾഡേഴ്സ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് അവർ 100 മാർഗങ്ങളൊന്നും പഠിക്കാൻ വേണ്ടി സ്വീകരിക്കുന്നില്ല. ഏതെങ്കിലും ഒരെണ്ണമാണ് എങ്കിൽ അത് തന്നെ കൺസിസ്റ്റൻ്റായിട്ട് ആ പറയുന്ന രീതിയിൽ ടൈം ടേബിൾ അവർ തരുന്ന രീതിയിൽ ടൈം ടേബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൺവീനിയൻസ് ടൈം ടേബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അത് തന്നെ ഫോളോ ചെയ്യുക. കഴിഞ്ഞ ദിവസം കണ്ട ഒരു കുട്ടി പറഞ്ഞത്, എനിക്കൊരു റാങ്ക് ഫെയിലേ ഉണ്ടായിരുന്നുള്ളൂ ടീച്ചറെ, എൻ്റെ കയ്യിൽ ഒരു ഒറ്റ റാങ്ക് ഫെയിലേ ഉള്ളൂ. ഞാൻ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ട്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്ക് ഒരു റാങ്ക് ഫെയിൽ മതി. ആ റാങ്ക് ഫെയിലിനെ നിങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കിക്കോ, ചെറിയ രീതികളാക്കിക്കോ. ഇപ്പം ഇങ്ങനെ ഒരു റാങ്ക് ഫെയിലാണ് നിങ്ങളുടെ മുന്നിലുള്ളത് എങ്കിൽ ഈ റാങ്ക് ഫെയിലിനെ നിങ്ങൾക്ക് ഭൂമിശാസ്ത്രം പഠിക്കാൻ വേണ്ടി ചെറുതാക്കാം, ഭൂമിശാസ്ത്രം മാത്രം ആക്കാം. ലോകചരിത്രം മാത്രമായിട്ട് പഠിക്കാൻ വേണ്ടി ലോകചരിത്രം മാത്രം ആക്കാം, അല്ലേ? പക്ഷേ ഇതിൽ നിങ്ങൾ വായിക്കണം. ഈ റാങ്ക് ഫെയിൽ എടുത്തു വെച്ച് നിങ്ങൾ വായിക്കണം. അങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഗുണം എന്താണ്? നിങ്ങൾ ഫ്രഞ്ച് വിപ്ലവം വായിച്ച ആ പേജും അവിടുത്തെ അക്ഷരങ്ങളും ഒക്കെ നിങ്ങൾക്ക് പരിചിതമാകും. ഈ റാങ്ക് ഫെയിൽ വായിച്ചു നമ്മൾ ആദ്യം ഒരു അവയർനെസ് കിട്ടുമല്ലോ. 2 രീതിയിൽ പഠിക്കുന്നവരുണ്ട്. ഒന്നുകിൽ SCERT ആദ്യം പഠിക്കും, എന്നിട്ട് റാങ്ക് ഫെയിലിലേക്ക് വരും. ഓൾമോസ്റ്റ് മിക്കവരും റാങ്ക് ഫെയിൽ വായിച്ചിട്ടായിരിക്കും ചിലപ്പോൾ SCERTയിലേക്ക് പോകുന്നത്. ഏതൊക്കെ SCERT ചാപ്റ്റേഴ്സാണെന്നൊക്കെ റെഫർ ചെയ്യാൻ അറിയാത്തവരങ്ങനെ ആയിരിക്കും. അപ്പോഴെന്താ കിട്ടുന്നത്? കിട്ടുന്ന എക്സ്ട്രാ പോയിൻറ്റ്സ് അത് ഇതിൽ തന്നെ കുറിച്ച് വെച്ചോളൂ. മനസ്സിലായോ? ഇതിൻ്റെ സൈഡുകളിലേക്ക് ഇത് കുറിച്ച് വെക്കേ. ആ കുറിച്ച് വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഗുണമുള്ളത്? ഇത് ഈ ബുക്ക് നിങ്ങൾക്ക് പരിചയമാകും. നിങ്ങൾ ഹോളിലിരിക്കുമ്പം, എൻ്റെ മക്കളെ ഞാൻ പറയുന്നത് സത്യമാണ്, ആ സമയം നിങ്ങൾക്ക് ആ എഴുതിയ വരികൾ ഓർമ്മയുണ്ടാകും. അതുകൊണ്ട് സ്കാറ്റേഡായി പോകാതിരിക്കുക. ഇനിയും ഓൺലൈൻ ക്ലാസ്സാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് ഒരിടത്ത് ഒരു ആപ്പ് മേടിച്ച് വെച്ച് പർച്ചേസ് ചെയ്ത് ക്ലാസ് കാണുക. മനസ്സിലായോ? അത് നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസ്യതയുള്ള, നിങ്ങൾക്ക് തോന്നും അവർ എന്നെ ത്രൂ ഔട്ട് എന്നെ ഹെൽപ്പ് ചെയ്യും, ഞാൻ ഡൗൺ ആയി പോകുമ്പോഴും എനിക്കൊരു ഹെൽപ്പ് തരുന്നവരാണ്, അല്ലെങ്കിൽ എനിക്ക് ക്ലാസ്സുകൾ ഡൗട്ടുകളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്ന വിശ്വസ്തതയുള്ള ഒരെണ്ണം പർച്ചേസ് ചെയ്യുക. 100 എണ്ണത്തിൻ്റെ ആവശ്യമില്ല. അതോടൊപ്പം തന്നെ പഠിക്കുന്ന മാർഗം, കുറച്ച് ദിവസം ഒരു ക്യാമ്പസിൽ പോയി, പിന്നീട് കുറച്ച് ദിവസം അവിടുന്ന് കുറേ പേര് പറയും, അവരെ കാണുമ്പം പറയും, അയ്യോ ഇത് ഇവർക്കറിയാം, എനിക്കിതറിയത്തില്ല, ഡിസ്കഷനായി. പിന്നെ ഉള്ള കോൺഫിഡൻസും പോയി. പിന്നെ വീണ്ടും തിരിച്ചു വന്ന് ഓൺലൈനിലേക്ക് വന്നു. ഓൺലൈനിലിരുന്ന് വീട്ടിലിരുന്ന് പഠിച്ചു കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ പറയും, അയ്യോ എനിക്ക് വീട്ടിലെ ജോലി തിരക്കുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല, ഞാൻ വീണ്ടും സെൻറ്ററിലേക്ക് പോവുക. ഇങ്ങനെ ചാടിയും തുള്ളിയും കളിക്കുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവുന്നത്? ഒരു തവണ പോലും ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യത്തില്ല. അതാണ് എനിക്ക് 4ാമത്തെ പോയിന്റ് പറയാനുള്ളത്. അവരൊക്കെയും ബേസ് ചെയ്തത് സിലബസ് തന്നെയാണ്. സിലബസ് കംപ്ലീറ്റ് ചെയ്തു, മാസങ്ങൾക്ക് മുമ്പേ സിലബസ് കംപ്ലീറ്റ് ചെയ്തവരാണ്. 1ാം റാങ്ക് കിട്ടിയ പറയുന്നുണ്ട് ആ ഇൻ്റർവ്യൂവിനകത്ത്, എനിക്കൊന്നും 1 മാസം മുമ്പ് പഠിക്കാനില്ലായിരുന്നു, ഞാൻ എല്ലാം പഠിച്ചു തീർന്നു. മനസ്സിലായോ? അത് അവരുടെ ഒരു കോൺഫിഡൻസ് ആണ്. കാരണം അങ്ങനെ പറയുന്നത്, ആ സിലബസിനെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, നമുക്കത് തീർന്നു എന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പം എല്ലാവരും ചോദിക്കാറുണ്ട്, PSC അല്ലേ, PSC ഇങ്ങനെ വലിയ രീതിയിൽ കിടക്കുകയാണ്, അപ്പോൾ PSCയിൽ എന്താ നമുക്കൊരു പോർഷൻസ് ഒന്നും ഇല്ലല്ലോ, ഗജാന്തരം കിടക്കുന്ന ടോപ്പിക്കല്ലേ, എവിടെ കയറി പറയാൻ പറ്റും സിലബസ് തീർന്നു എന്നുള്ളത്, അല്ലെങ്കിൽ പോർഷൻ തീർന്നു എന്നുള്ളത്? തീർച്ചയായിട്ടും പറയാൻ പറ്റും. PSC പരീക്ഷകൾ ഇപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുകയാണ്. അപ്പം സിലബസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും തീർച്ചയായിട്ടും അതിൽ 80-90% അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ റാങ്കിലേക്ക് എത്താനുള്ള സഹായിക്കുന്ന ചോദ്യങ്ങൾ അവിടെ നിന്ന് മാത്രമായിരിക്കും. സോ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട. സിലബസിലെ പോർഷൻസിൽ എന്ത് കവർ ചെയ്യണം? മിനിമം അതിൻ്റെ SCERTയും കവർ ചെയ്താൽ തന്നെ നിങ്ങൾ ഒരു 70-80% നിങ്ങൾ പോർഷൻസ് കവർ ചെയ്തു. പിന്നെ കുറച്ച് PYQs നോക്കുമ്പോൾ ഇപ്പോൾ കണക്കിലും മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ ഒരുപാട് PSC എക്സാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം ചോദിക്കുന്ന ഏരിയാസാണ് അവയെല്ലാം. അപ്പോൾ കുറേയേറെ PYQs കിട്ടും. പക്ഷേ പെഡഗോജി പോർഷനിൽ അങ്ങനെയല്ല, കുറച്ച് ക്വസ്റ്റ്യൻസേ കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ ചിലപ്പോൾ നമ്മൾ KTETയിൽ നിന്ന് കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സെറ്റിയിൽ നിന്ന് കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അത് മനസ്സിലാക്കി വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പം സിലബസ് ഇവരെല്ലാവരും തീർത്തിട്ടുണ്ടായിരുന്നു. 5ാമത്തെ കാര്യം മോഡൽ എക്സാം.
ഞാൻ കണ്ട ഈ കുട്ടിയുടെ നമ്മുടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറിൻ്റെ ബുക്കാണ്, ഞാനത് കാണിക്കാം നിങ്ങളെ. ഈ ഒരു ബുക്കിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ഈ കുട്ടി ഓരോ ദിവസവും പരീക്ഷ എഴുതുന്നുണ്ടായിരുന്നു. CCയുടെ ആപ്പിൽ എന്നെ കണ്ടപ്പോൾ ആ കുട്ടി പറഞ്ഞ കാര്യം ഇതാണ്. ഓരോ ദിവസവും May 6 ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ട്. 81.38 മാർക്കാണ്. മോഡൽ എക്സാം 17 എഴുതിയത്. അതിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ട്. എന്നിട്ട് ആ കുട്ടിക്ക് കൺഫ്യൂഷൻ തോന്നുന്ന ചോദ്യങ്ങൾ അത് വീണ്ടും അവിടെ നിന്ന് എടുത്തെഴുതുന്നു. അവിടെ നിന്ന് എടുത്തെഴുതി അതിൽ തെറ്റുകളുണ്ടെങ്കിൽ മനസ്സിലാക്കുന്നു. ഏതെങ്കിലും കൺഫ്യൂഷൻ തോന്നുന്ന ക്വസ്റ്റ്യൻസാണ് കൂടുതലായിട്ടും വീണ്ടും എഴുതുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഐസക് ന്യൂട്ടന് സർ പദവി ലഭിച്ച വർഷം, അതായത് 1705 എന്നുള്ള വർഷമാണ്. ടെൻഷൻ മൂലം ന്യൂട്ടൺ ഇസഡ് പോലെയായി മെലിഞ്ഞു എന്ന് പറഞ്ഞ് ഒരു കോഡ് കൊടുത്തേക്കുക. അതായത് 1705 എന്നുള്ള ഒരു വർഷത്തെ ഓർത്തിരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു കോഡ് കൊടുത്തേക്കാണ്. എല്ലാത്തിനും കോഡുകളൊക്കെ ബുക്കിൽ തന്നെ എഴുതുന്നതാണ്. അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് ബുക്കുണ്ട്. മോഡൽ എക്സാമിൽ നിങ്ങൾ എത്രമാത്രം മോഡൽ എക്സാം എഴുതുന്നു, അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ പേര് ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ വരുമ്പോൾ കൺഗ്രാജുലേഷൻ പോസ്റ്റർ വരും, അതെനിക്കൊരു മോട്ടിവേഷനാണ്. ഞാൻ എന്ത് ചെയ്തില്ലേലും ഒരാഴ്ചത്തെ മോഡൽ എക്സാം എഴുതും. കാരണം അത്രയും പോർഷൻ പഠിച്ചോ എന്ന്. CC നടത്തുന്ന എപ്പോഴും പരീക്ഷകൾ വളരെ സിസ്റ്റമാറ്റിക്കലാണ് CC ക്ലാസ്സുകൾ ചെയ്യുന്നത്. എപ്പോഴും ഞങ്ങൾ ചെയ്യുന്നത് ഓരോ ആഴ്ചയിലും മാർക്ക് വെയിറ്റേജ് അറിഞ്ഞിട്ട് എന്ത് കൊടുക്കും, നമ്മുടെ പരീക്ഷകൾ കൊടുക്കും. ആ പരീക്ഷകളെ ബേസ് ചെയ്തിട്ട്, ആ ക്ലാസ്സുകളെ ബേസ് ചെയ്ത് ഞങ്ങൾ പരീക്ഷകൾ നടത്തും. അപ്പോൾ ഈ ആഴ്ചത്തെ പോർഷൻ പഠിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമാണ് ഉദ്യോഗാർത്ഥിക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പരീക്ഷ എഴുതാൻ സാധിക്കുക. അതിൽ 0 മാർക്കാണെങ്കിൽ ഉദ്യോഗാർത്ഥി എന്ത് മനസ്സിലാക്കണം, ഞാൻ വളരെ പുറകിലാണെന്ന് മനസ്സിലാക്കണം. എനിക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അർത്ഥം എന്താവുന്നത്, ആ സമയത്ത് എൻ്റെ മാർക്ക് നല്ലതാണ്, ഞാൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ഔട്ട് ഓഫ് സിലബസ് വിടും, കാരണം അവിടെ നെഗറ്റീവ് വരുത്താതിരിക്കാൻ വേണ്ടി. അതൊക്കെ നമ്മൾ ട്രൈ ചെയ്യും. അപ്പോൾ ഈ മോഡൽ എക്സാം, ഓരോ മോഡൽ എക്സാമും ലേബൽ ചെയ്യപ്പെടുന്നു. ഈ കുട്ടി 60ാമത്തെ ദിവസത്തെ ക്രാഷ് കോഴ്സിൽ 9 ഡേ ഇങ്ങനൊരു പരീക്ഷ എഴുതിയേക്കുക, അതിൽ എത്ര തെറ്റ്, എക്സാം എഴുതി. അപ്പോൾ ഓരോന്നിൻ്റെയും റിവ്യൂ എഴുതുക, എത്ര തെറ്റുണ്ട്, എന്താണ് പ്രശ്നം, എന്താണ് ഇനി ഇതിനകത്ത് ഞാൻ എല്ലാം പഠിച്ചു, 20ൽ 20 മാർക്ക് എന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ എഴുതി വെച്ച് പഠിച്ചു പോകുന്ന രീതിയാണ് മോഡൽ എക്സാമിൽ ഈ കുട്ടി മുന്നോട്ട് കൊണ്ടുവച്ചത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും മോഡൽ എക്സാം ലാസ്റ്റ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തരമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. റാങ്ക് ഹോൾഡേഴ്സ് മോഡൽ എക്സാം എപ്പോഴും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും പെട്ടെന്ന് തന്നെ ആദ്യം തൊട്ട് തന്നെ മോഡൽ എക്സാം എഴുതുക. ഇനിയും ഏറ്റവും ലാസ്റ്റ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു കാരണവശാലും ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് പഠിക്കാമെന്ന് വിചാരിക്കരുത്. ഏറ്റവും നേരത്തെ തന്നെ, ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്, ഒരു പ്രശ്നവുമില്ല, ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരാൻ ഇനിയുമുള്ള മാസങ്ങൾക്കുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് വെച്ച് നീട്ടണ്ട. ഇതൊന്നും ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് വെച്ച് നീട്ടിയാൽ നമ്മുടെ ജീവിതമാണ്. മുന്നോട്ട് പോകുമ്പോൾ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കും, അല്ലേ? ചെറിയ പ്രശ്നങ്ങളായാൽ മതി, നമ്മൾ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകും, നമ്മുടെ ദിവസങ്ങൾ പോയി കിട്ടും. അതുകൊണ്ട് അതിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ പഠിച്ചു തുടങ്ങുക. ഇവരൊക്കെയും അവരുടെ ഉള്ള സമയം വ്യക്തമായിട്ട് യൂസ് ചെയ്തു, കൃത്യതയോടെ യൂസ് ചെയ്തപ്പോഴാണ് അവരൊക്കെയും ആദ്യത്തെ റാങ്ക് ഹോൾഡേഴ്സിലേക്ക് എത്തപ്പെട്ടത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ, ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾക്ക് വാലിഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങൾ എവിടെയാണ് സ്റ്റക്കാവുന്നത്, അല്ലെങ്കിൽ LPSA UPSAയുടെ വിജയപഥത്തിൽ നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കാണ് കിട്ടേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇനിയും സ്വപ്നം കാണാൻ മടിച്ചു നിൽക്കുകയാണ്, എനിക്കിത് കിട്ടില്ല എന്ന് തോന്നുന്നു എന്നൊക്കെയുള്ളവർ എന്നെ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തോളൂ. ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. ഉറപ്പിച്ചോ, LPSA UPSA നേടണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഇനി നേടാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല, പഠിച്ചു തുടങ്ങാൻ പറ്റുന്നില്ല എങ്കിലൊക്കെയും നിങ്ങളെ സഹായിക്കാൻ CC ഉണ്ടാകും. കാരണം ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം എന്നുള്ള രീതിയിലും അതോടൊപ്പം തന്നെ പഠിക്കുന്നവർക്കെല്ലാം റാങ്ക് ലിസ്റ്റിലേക്ക് ഇടം നേടാനും ആദ്യത്തെ റാങ്കിൽ ഇടം നേടിക്കൊടുക്കാനും ഞങ്ങളുടെ LPSA UPSA കഴിഞ്ഞ വർഷങ്ങളുടെ റിസൾട്ടിലൂടെ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും. കാരണം യഥാർത്ഥ റിസൾട്ടുകൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നു. കൂടെ പഠിച്ച കുട്ടികൾ, 1-2 വർഷമായി പഠിച്ച കുട്ടികളുണ്ട്, വളരെ ചെറിയ സമയത്ത് കോഴ്സിൽ ചേർന്ന കുട്ടികളുണ്ട്. ഇവരെയൊക്കെയും പരിഗണിച്ച് തന്നെയും ക്ലാസ്സുകൾ നൽകാൻ സാധിച്ചു. പുതിയ ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, നിങ്ങളെല്ലാവരും ഉണ്ടാവണം അതിൽ.
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അപ്പം ഞാനും ഉണ്ടാകും അധ്യാപികയായിട്ട് അതിനകത്ത്. മറന്നു പോകണ്ട, നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. LPSA UPSA എന്ന സ്വപ്നം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. എല്ലാവർക്കും എൻ്റെ വാക്കാണത്. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സത്യമായിട്ടും ഉറപ്പായിട്ടും നേടാൻ പറ്റും LPSA UPSA. വെറും വാക്കല്ല, ഉറപ്പിച്ചോ. അത് നമ്മൾ പ്രയത്നിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പം എല്ലാവർക്കും നല്ലതായിട്ട് ഈ വരുന്ന LPSA UPSA പ്രിപ്പയർ ചെയ്യാൻ സാധിക്കട്ടെ. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.